നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമസ്തേ പ്രശാന്ത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ഷൻ സമയത്താണ് 2 തവണയാണ് കേരളത്തിൽ വന്നത്. തൃശ്ശൂർ വന്നു, പാലക്കാട് വന്നു. തൃശ്ശൂരിൽ നിന്ന് റോഡ് ഷോ ഉണ്ടായിരുന്നു, തിരുവല്ലയിൽ വന്നു. അതിനു മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു അല്ലേ? അന്ന് തിരുവനന്തപുരത്ത് നിയമമണ്ഡലത്തിലേക്ക് പ്രത്യേകിച്ച് റോഡ് ഷോ 3 തവണ വന്നു. അപ്പോഴൊക്കെ കേരളം ശാന്തമായിരുന്നു. ദേശീയ സുരക്ഷാ ഏജൻസികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ യാത്ര വീക്ഷിക്കുന്ന സാറ്റലൈറ്റുകളടക്കം ജാഗരൂകരായിരുന്നു, എല്ലാം ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീടാണ് കഴിഞ്ഞ ആഴ്ചയാണ് മലപ്പുറത്ത് വന്നിട്ട് ഡൽഹി പോലീസും NIA-യും അവർ മലപ്പുറത്ത് വന്നിട്ട് ചില സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിലെ പ്രതികളെയൊക്കെ അപ്പം തന്നെ എടുത്ത് വണ്ടി കയറ്റി കൊണ്ടുപോയി, ഡൽഹിയിൽ കൊണ്ടുപോയി. കേരളത്തിൽ നിലം തൊടിച്ചില്ല. ഡൽഹി പോലീസാണ് കൂടെ വന്നത്. ശരിക്കും അത് കേരള പോലീസിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ, എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ളത്? കാരണം VVIP ഒന്നും ഇങ്ങോട്ട് വരാൻ ഇലക്ഷൻ ശേഷം പിന്നെ പ്രധാനമന്ത്രി ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല, അമിത്ഷാ അടക്കമുള്ള ആരും വന്നിട്ടില്ല. അപ്പോൾ എന്തിന് മലപ്പുറത്തെത്തി, എന്തിന് അവിടുന്ന് അറസ്റ്റ് ചെയ്തു? അത് ഈ സംഭവത്തിൽ, അതായത് ഞായറാഴ്ച, ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് 6 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ അറസ്റ്റ് നടന്നു? ഈ 6 പേരെ, അതായത് NIA-യും അതുപോലെ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവരൊരു SIT ഉണ്ട്, ആ SIT ഉൾപ്പെടെയാണ് ഇവരെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. സത്യത്തിൽ കേരള പോലീസിന് വലിയ നാണക്കേടാണ് ഈ സംഭവം. കാരണം NIA വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കൂടെ ഇവിടെ വരുമ്പോൾ അപ്പോൾ അതിന് വേറെ എന്തൊക്കെയോ മാനങ്ങളുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മുമ്പ് തമിഴ്നാട് പോലീസ് ഇടയ്ക്കിടയ്ക്ക് കേരള പോലീസ് അറിയത്തുമില്ല. തമിഴ്നാട് പോലീസ് വരുന്നു, കേരള പോലീസ് അങ്ങോട്ട് പോകുന്നു. നമുക്കറിയാം, ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് കാസർഗോഡെന്ന് പിന്നെ ഈ അൽ-ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കമാൻഡർ അവിടെ ഒളിവിൽ താമസിക്കുകയായിരുന്നു. അയാൾ ശരിക്കും ഒരു ബംഗ്ലാദേശിയാണ്, ഒരു ബംഗ്ലാദേശി പൗരനാണ്. അയാളെ ഈ പറഞ്ഞതുപോലെ പിന്നെ ശരിക്കും ആസാം പോലീസ്, ആസാമിൻ്റെ DGPയുടെ നേതൃത്വത്തിൽ ഒരു ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആസാം പോലീസിലെ ഉന്നത IPS ഉദ്യോഗസ്ഥരടക്കം സ്പെഷ്യൽ ടീം ഇവിടെ വന്നാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ കൂലിപ്പണി ചെയ്തുകൊണ്ട് രഹസ്യമായിട്ട് ഒളിവിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ അൽ-ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കമാൻഡറാണെന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നമ്മളെ വാർത്താ ചാനലുകൾ അത് നല്ല രീതിയിൽ ആ വാർത്തയൊക്കെ കൊടുത്തു. പക്ഷെ അതിൻ്റെ മറ്റ് ഫോളോ അപ്പ് ന്യൂസിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇവിടെ കാസർഗോഡ്, ഇത് മലപ്പുറം, ഇവിടെ വലിയ ദൂരമൊന്നുമില്ല. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ഇത് അറിഞ്ഞ മട്ടില്ല. ഇവിടെ ഇപ്പോൾ ED, പിണറായി വിജയൻ, വീണ, തായ്ക്കണ്ടി, പിന്നെ ലോക്കർ പൊട്ടിക്കുന്നു, ഇതൊക്കെയാണ് നമ്മുടെ വാർത്ത. പക്ഷെ വാസ്തവം പറഞ്ഞാൽ ഈ 6 പേര്, ഈ അറസ്റ്റിലായ 6 പേര് ആരൊക്കെയെന്ന് ഞാൻ പറയാം. മുക്കം സ്വദേശി TP ഷെരീഫ്, ചെറുപുഴ സ്വദേശി അനിൽകുമാർ, അതുപോലെ കോഴിക്കോട് സ്വദേശികളായ നിസാം ഇർഷാൻ, അതുപോലെ ചെമ്മാട് മലപ്പുറം സ്വദേശി CT കമറുദ്ദീൻ, ഇനി ഒരാളും കൂടെ ഉണ്ട്, അയാളെ പേര് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ 6 പേരെ അറസ്റ്റ് ചെയ്തു, അവർ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 2025, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1 വർഷവും ഏതാണ്ട് 2-3 മാസം മുമ്പേ 2025 ഫെബ്രുവരിയിൽ മലപ്പുറത്തെ ചെമ്മാട് നിന്നും അതുപോലെ പാലക്കാട് കടാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ജെലാറ്റിൻ സ്റ്റിക്ക് പിടികൂടിയിരുന്നു, അനധികൃതമായിട്ട് കൊണ്ടുവന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ ഈ മലപ്പുറത്ത് കൊണ്ടുവന്നത് സവാളയുണ്ടല്ലോ, സവാള പെട്ടികളിലാക്കി കൊണ്ടുവരുന്ന അതിനകത്ത് ഒളിപ്പിച്ചാണ് ഇത് കൊണ്ടുവന്നത്. ഈ പാലക്കാട് കടാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്നത് തണ്ണിമത്തൻ കൊണ്ടുവന്നതിനകത്ത് ഒളിപ്പിച്ചാണ് ഈ ജെലാറ്റിൻ സ്റ്റിക്ക് കൊണ്ടുവന്നത്. ജെലാറ്റിൻ സ്റ്റിക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ജെലാറ്റിൻ സ്റ്റിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മളിപ്പോൾ പറയാൻ നമുക്ക് നിവർത്തിയില്ല. നമുക്ക് അത്യാവശ്യം അതിൻ്റെ വിവരങ്ങൾ ഒരു മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കിട്ടും. പക്ഷെ നമ്മളത് പറയുന്നത് ശരിയല്ല. ജെലാറ്റിൻ സ്റ്റിക്ക് പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ്, വലിയ കരിങ്കൽ ക്വാറികളിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് ജെലാറ്റിൻ സ്റ്റിക്ക് വെറുതെ കൊണ്ടുവച്ച് പൊട്ടിക്കാൻ പറ്റില്ല. തീമിനടിച്ച് ഡിറ്റനേറ്റർ വേണം. ഡിറ്റനേറ്റർ ഉണ്ടെങ്കിലേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മലപ്പുറത്ത് നിന്ന് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 2025 ഈ ഉള്ളി കയറ്റി, വലിയ ഉള്ളി
കയറ്റി വന്ന ലോറിയിൽ 18,000 ജെലാറ്റിൻ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, 4,200 ഡിറ്റനേറ്റർ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ ഈ പാലക്കാടും ഏതാണ്ട് കുറച്ച് സംഖ്യ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് അന്ന് പിടിച്ചെടുത്തത് 18,000 അല്ല, 89,600 ജെലാറ്റിൻ സ്റ്റിക്കുകളാണ്. കേരളത്തിൻ്റെ ഏതാണ്ട് 90,000-നടുത്ത് ജെലാറ്റിൻ സ്റ്റിക്കുകളും 11,500 ഡിറ്റനേറ്ററുകളും, ഇത് പൊട്ടിക്കാൻ ആവശ്യമായ ഡിറ്റനേറ്ററുകളും ആണ് പിടിച്ചെടുത്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അന്ന് ഈ പോലീസ് അവിടെ റെയ്ഡ് ചെയ്യാൻ വരുമ്പോൾ, ഈ മലപ്പുറത്ത് നമ്മുടെ പോലീസ് വരുമ്പോൾ കേരള പോലീസിന് രഹസ്യ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് അവർ ചെല്ലുന്നത്. അപ്പോൾ ചെന്നപ്പോൾ ഈ ഉള്ളി പെട്ടിയുണ്ടല്ലോ, ഉള്ളി കൊണ്ടുവരുന്ന ഇതിൽ നിന്ന് ഇത് പുറത്തെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഓടി രക്ഷപ്പെട്ടു പോലീസിനെ കണ്ട്. ആകെ പോലീസിന് കിട്ടിയത് അതൊരു ശരിക്ക് പറഞ്ഞാൽ ഈ നമ്മുടെ താബൂക്കുണ്ടല്ലോ, ഈ സിമൻറ്റ് ബ്ലോക്കുകൾ, അത് നിർമ്മിക്കുന്ന ഒരു യൂണിറ്റാണ്, ഒരു ഫാക്ടറിയാണ്, ചെറിയ ഫാക്ടറി. അതിൻ്റെ ഉടമസ്ഥനെയും പിടിച്ചു, ഈ ലോറിയുടെ ഡ്രൈവറിനെയും പിടിച്ചു. എനിക്ക് പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ഇത് ശരിക്കും ഈ താബൂക്ക് നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം, അവിടെയാണ് ഇത് കൊണ്ടുവന്ന് ഇറക്കിയത്. അപ്പോൾ അന്ന് അവരെയൊക്കെ പിടിച്ചു, അത് കഴിഞ്ഞ് അതങ്ങ് പോയി. ഇപ്പോൾ വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഈ കൊണ്ടുവന്ന ഡിറ്റനേറ്ററുകളും ഈ ജെലാറ്റിൻ സ്റ്റിക്കുകളും ആയി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് NIAയും ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഇവിടെ എത്തിയത്. അവരതിന് വരാനൊരു കാരണമുണ്ട്. അതായത് ഏതാണ്ട് 1 മാസം മുമ്പാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെ ബംഗളൂരുവിൽ, തലസ്ഥാനമായ ബംഗളൂരുവിൽ ശ്രീ രവിശങ്കർ എന്ന ഒരു ആത്മീയ ആചാര്യൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത്. എനിക്ക് തോന്നുന്നു ശിവരാത്രിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ആഘോഷമാണെന്ന് തോന്നുന്നു. ഫെബ്രുവരി പിന്നെ അല്ല, ഒരു 1-2 മാസം മുമ്പാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അത് വന്ന് അദ്ദേഹം അവിടെ വന്നു, പങ്കെടുത്തു, പോയി. പക്ഷേ അവിടെ ഇദ്ദേഹം പ്രധാനമന്ത്രി വരുന്ന വഴിയിലടക്കം പോലീസ് 6 തവണ കോമ്പിങ് നടത്തി. അതിലേറ്റവും ഒടുവിലാണ് പോലീസിന് വഴിയരികിൽ നിന്ന് കുറേ ജെലാറ്റിൻ സ്റ്റിക്ക് ഒരു ഭാഗത്തുനിന്ന് കിട്ടുന്നു, കുറേ വയറുകൾ വേറൊരു ഭാഗത്തുനിന്ന് കിട്ടുന്നു, കുറച്ച് ഡിറ്റനേറ്ററുകൾ വേറൊരു ഭാഗത്തുനിന്ന് കിട്ടുന്നു. ഇത് 3 അടുത്തടുത്തല്ല. അപ്പോൾ ഇത് തമ്മിൽ ബന്ധിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പോലീസ് പക്ഷേ അത് വളരെ ഇതായിട്ടെടുത്തു. NIA വന്നു, അവർ തുടരന്വേഷണമായിട്ട് മുന്നോട്ട് പോയി. അതിൻ്റെ ബാക്കിയാണ് ഈ ഇപ്പോഴത്തെ റെയ്ഡ്. ഈ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് 6 പേര് അറസ്റ്റിലായത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന സൂചന എന്ന് പറയുന്നത് പാക് ചാരസംഘടനയായ ISIയുടെ ഒരു നീക്കമായിരുന്നു. അത് നരേന്ദ്രമോദിയെ അപകടപ്പെടുത്താനാണോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചാണോ എന്ന് വ്യക്തമല്ല. പക്ഷെ മോദി അവരുടെ ടാർഗറ്റാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരാണ് ഇത് സാധാരണ നിലയ്ക്ക് ഈ ജെലാറ്റിൻ സ്റ്റിക്ക് കൊണ്ടുവന്നാൽ കേസെടുത്താലും പോലീസ് കടിപ്പിക്കില്ല. കാരണം ഇത് പാറ പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്, മനുഷ്യർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തൊഴിലാണ്. പോലീസ് അത് വലിയ മാരകമായ വകുപ്പുകളൊന്നും അങ്ങനെ ഇടില്ല. അപ്പോൾ അത് കോടതിയിലൊക്കെ പോയാൽ അത്യാവശ്യം ഒരു 2-3 റിമാൻഡ് കഴിയുമ്പോൾ ജാമ്യമൊക്കെ കിട്ടി ഇവർ വെളിയിലിറങ്ങും. പിന്നെ ഈ പറഞ്ഞ കണക്ക് കേസ് കുറേ കാലം കഴിഞ്ഞ് അങ്ങ് തേഞ്ഞുമാഞ്ഞൊക്കെ പോവും. അപ്പോൾ കേരള പോലീസ് അടക്കം ഒരു സ്റ്റേറ്റിലും വലിയ ഉത്സാഹം പോലീസ് ഇതിൽ കാണിക്കാറില്ല. ഇത് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് അവർക്കും അറിയാം. പക്ഷേ ഇവിടെ അതല്ല. ഇത്രയും സംഖ്യ ഡിറ്റനേറ്ററുകൾ ജെലാറ്റിൻ സ്റ്റിക്ക് വന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ മാത്രമല്ല, ഇത് ഈ പറഞ്ഞതുപോലെ NIAയും ഇൻ്റലിജൻസ് ബ്യൂറോയും ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും സംയുക്തമായൊരു ഓപ്പറേഷനിലാണ് ഈ 6 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 6 പേർക്ക് എന്താണ് ഇതുമായിട്ട് ബന്ധം? ഇവരാണോ ഇത് കൊണ്ടുവന്നത്, അതോ ഇവരാണോ ഇത് വിതരണം ചെയ്തത്, അതോ ഇവരാണോ അന്ന് ഇത് ലോറിയിൽ നിന്ന് ഇത് പുറത്തെടുത്തു കൊണ്ടിരുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതിന് ഇപ്പോൾ നമുക്ക് മറുപടി പറയാൻ കേരളത്തിലുണ്ടായിരുന്നു. ഇവർ മലപ്പുറം ജില്ലയിലും കോഴിക്കോടും ഇത്രയും വലിയ സ്ഫോടകശേഖരം വന്നിട്ടും ഒന്നും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ഇതിപ്പോൾ നരേന്ദ്രമോദി പോയ വഴിയിൽ, നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് അവിടെ ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെടുത്തു, അതുപോലെ ഈ വയറുകൾ കണ്ടെടുത്തു, ഡിറ്റനേറ്ററുകൾ കണ്ടെടുത്തു എന്നുള്ളതാണ് അന്വേഷണം ഊർജിതമാകാൻ. അവിടെ നിന്നും ആ ലോഡ് നേരെ കേരളത്തിൽ വന്നതാണോ മലപ്പുറത്തേക്ക്? അത് കേരളത്തിൽ നിന്ന് വന്നോ അതോ കേരളത്തിൽ നിന്ന് അത് അങ്ങോട്ട് പോയോ? അങ്ങനെയും ആകാമല്ലോ.
ഇങ്ങോട്ട് വന്നത് മാത്രമല്ല, ഇതൊരു പക്ഷേ മറ്റെവിടെ നിന്നെങ്കിലും കേരളത്തിൽ എത്തിച്ചിട്ട് കേരളത്തിൽ നിന്ന് ഇത് കർണാടകത്തിലേക്ക് കൊണ്ടുപോയതുമാകാം. താങ്കൾ പറഞ്ഞതുപോലെ ഇലക്ഷൻ സമയത്ത് മോദി ഇവിടെ ഉണ്ടായിരുന്നു, ഇതിലൊക്കെ പങ്കെടുത്തു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഇവിടെ അത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകളൊന്നും ഉണ്ടായില്ല. ഇത് കർണാടകയിൽ ആണ് ഈ സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ കോമ്പിങ്ങിനിടെ ഇത് കണ്ടെത്തിയത്. അവരത് വളരെ ഗൗരവത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. NIA വന്നു, ഇൻ്റലിജൻസ് ബ്യൂറോ വന്നു, തുടരെ അന്വേഷണങ്ങൾ നടന്നു, പലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന സൂചനകൾ വെച്ച് നരേന്ദ്രമോദിയെ ടാർഗറ്റ് ചെയ്ത് എന്തോ ഒരു അറ്റംപ്റ്റിന് ആരോ എവിടെയോ ശ്രമിച്ചു, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കൊരു സന്ദേശം കൊടുക്കുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ തൊട്ടു പുറകെയുണ്ട്, നിങ്ങളെ വേണ്ടി വന്നാൽ ഞങ്ങൾ തീർക്കും. അതും ആകാം. അപ്പോൾ കൃത്യമായിട്ടും ഇതിൻ്റെ സന്ദേശം കൊടുക്കാനാണെങ്കിൽ അന്ന് അവർ ബംഗളൂരിൽ നിന്നും റോഡ് സൈഡിൽ നിന്നും കണ്ടെത്തിയ അത് മാത്രം മതിയായിരുന്നു. അത് മാത്രം മതിയായിരുന്നു. 90,000-ഓളം അല്ല, അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിൽ എത്തിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയതായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് വീണ്ടും ഈ 2025 ഫെബ്രുവരി 4 കണ്ടെടുത്ത ഈ ജലാറ്റിൻ സ്റ്റിക്കുകളുടെയും ഡിറ്റനേറ്ററുകളുടെയും കാര്യത്തിലേക്ക് അന്വേഷണം വഴിതിരിഞ്ഞു വന്നത്. UDF സർക്കാരിന് വലിയ ബുദ്ധിമുട്ടാകില്ല. UDF സർക്കാരിന് അവരെന്ത് ചെയ്യും? മലപ്പുറമാണോ? അല്ല, ഇതിനകത്ത് UDF സർക്കാരിനാണോ മലപ്പുറമാണോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. NIAയും ഇൻ്റലിജൻസ് ബ്യൂറോ കർട്ടന് പുറകിലാണ് ഇരിക്കുന്നത്. പക്ഷേ NIA ഗ്രൗണ്ടിലിറങ്ങിയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കൂടെ വരുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നു. അതാണ് നമുക്കിവിടെ സംശയം ജനിപ്പിച്ചത്. ഇത് എന്തുകൊണ്ട് അവരും കൂടെ വന്ന്, സാധാരണ ഇപ്പോൾ നമുക്കറിയാമല്ലോ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിച്ചപ്പോൾ അതിൻ്റെ ഭാരവാഹികളെ പൊക്കാൻ വന്നത് NIAയും പിന്നെ CRPF ആണ്. അല്ലാതെ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരെ കൊണ്ടുപോവുകയും ചെയ്തു. നേരം വെളുത്തപ്പോഴത്തേക്ക് അവർ ഡൽഹിയിലെത്തി. ഇവിടെ പക്ഷെ അങ്ങനെ അല്ല. ഈ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം മാറുകയാണ്. നമുക്കറിയാം SPGയുടെയും NSGയുടെയും ഒക്കെ കൺട്രോൾ ഡൽഹി പോലീസിനാണ്. ഡൽഹി പോലീസിലെ ഒരു സ്പെഷ്യൽ വിങ് ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. എന്തായാലും പിടിയിലായ 6 പേരും ഇപ്പോൾ ഡൽഹിയിലാണ്. അവരെന്താണ് അവരുടെ അവസ്ഥ, സാഹചര്യം എന്നൊന്നും നമുക്കറിയില്ല. ഈ ചെറുപ്പക്കാർ ഒരു പക്ഷേ ഇവർ കാരിയേഴ്സ് മാത്രമായിരിക്കാം. അവർ ഡൽഹിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടപാട് ഡൽഹി വഴി ആയിരിക്കണം. അല്ല, ഡൽഹി വഴി അല്ല, അവരെ കൊണ്ടുപോയിരിക്കുന്നത് ചോദ്യം ചെയ്യാനാണ്. ഇവരുടെ ഈ ഇടപാടിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യം നമ്മൾ പറയുന്നത് ശരിയല്ല. ഇത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, കൂടുതൽ വരട്ടെ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവന് വലിയ വെല്ലുവിളിയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. അതാണ് സത്യം. ഇത് അങ്ങനൊരു സന്ദേശം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ടാർഗറ്റ് നരേന്ദ്രമോദിയാണ് എന്ന തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഏജൻസികൾക്ക് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിത്രയും കാര്യമായിട്ട് വന്ന് ഇടപെടുകയും ഇങ്ങനെ ഡൽഹി പോലീസിൻ്റെ തന്നെ ഒരു വിങ് ഇവിടെ വരികയും ഇവരെ പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ കാര്യം നിസ്സാരമല്ല, പ്രശ്നം ഗുരുതരമാണ്, വളരെ ഗൗരവമുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട്.